അഡ്വാൻറ്റേജ് ആയിട്ട് ആദ്യം തോന്നിപ്പിച്ചിട്ട് പിന്നീട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്ന ചില കാര്യങ്ങളൊന്ന് നോക്കാം. ഭയങ്കര ഉത്തരവാദിത്തമുള്ളൊരു കുട്ടി, നന്നായി പഠിക്കുന്ന കുട്ടി, വളരെ മെച്യൂറായിട്ട് വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു നല്ല കുട്ടി, പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ പെറ്റായിട്ട് മാറുന്ന ഇതുപോലത്തെ ചില കുട്ടികളുണ്ട്. പക്ഷേ കാലം മുന്നോട്ട് പോകുന്തോറും ഈ ഉത്തരവാദിത്തം എടുത്തിരുന്ന കുട്ടി എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ പൊതുവെ ഒബീഡിയൻ്റ് ആയതുകൊണ്ട് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോഴായിരിക്കും ഇതേ ടീച്ചേഴ്സും പാരൻസും റിലേറ്റീവ്സും ഒക്കെ ഇത് മാറ്റി പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ അവർ പറയുന്നത് അവരെ കണ്ടുപഠിക്കുക, എത്ര നന്നായിട്ടാണ് ഓരോ കാര്യങ്ങളുടെ അഭിപ്രായം പറയുകയും തീരുമാനങ്ങൾ എടുക്കുകയും സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എത്ര സ്മാർട്ടാണ് അവർ, നീ അത്ര പോരാ എന്ന് പറയും. ആ സമയം തുടങ്ങിയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മനസ്സിലായി തുടങ്ങുക. നിങ്ങൾ വാങ്ങിച്ച മാർക്കും നിങ്ങൾ കാണിച്ച ഒബീഡിയൻസും ഒന്നും അവർക്ക് മാറ്റർ ചെയ്തില്ല എന്നുള്ളതാണ്. ആൻഡ് ആ സമയത്ത് അവർ ചീത്തക്കുട്ടി എന്ന് വിളിച്ച ആ വ്യക്തി ഒരുപക്ഷെ ഇപ്പം നിങ്ങളുടെ സെയിം ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നല്ലൊരു ലൈഫ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ആ സമയം തുടങ്ങി നമുക്ക് ഗിൽറ്റി ഫീൽ ചെയ്ത് തുടങ്ങും. നമ്മളുടെ മിസ്സായി പോയ സമയം, നമ്മളുടെ ചൈൽഡ്ഹുഡ്, നമ്മൾക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നിട്ടും നല്ല കുട്ടിയാകാൻ വേണ്ടി നമ്മൾ പ്രപ്പോസ് ചെയ്യാതെ വിട്ട നമ്മുടെ ക്രഷ്, കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകാതിരുന്നത്, സിനിമയ്ക്ക് പോകാതിരുന്നത്, എന്തിന് വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ വിട്ടുപോയതിൽ നമ്മൾക്ക് ഒരുപാട് ഗിൽറ്റി ഫീൽ ചെയ്യും. ആരെ ബ്ലെയിം ചെയ്യണമെന്ന് പക്ഷേ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇത്തരക്കാർക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ആ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരിക്കണം അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വിട്ടുകൊടുക്കേണ്ടത് എന്നുള്ളത് ഇവർക്ക് കൃത്യമായി മനസ്സിലാവും.